ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മുടെ ഗാർഡൻ ഇപ്പോൾ നാട്ടിൽ വെക്കേഷന് പോയി വന്നതിന് ശേഷമുള്ള ഗാർഡൻ്റെ അപ്ഡേറ്റാണത്. ഇവിടെ സംഭവം മൊത്തം കാട് പിടിച്ച് കിടക്കായിരുന്നു. ഞാൻ കുറച്ച് കാടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട, ഇത് നമ്മുടെ ഇവിടെയുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലുള്ള മത്തൻ്റെ വള്ളിയാണ്. ഒരു 3-4 വള്ളി ഉണ്ടായിരുന്നു. വേണ്ട, ഇതിൽ സർപ്രൈസായിട്ട് മത്തനുണ്ട്. 1-2 ഒരു 3-4 ഉണ്ട്. വേണ്ട, നല്ല നീളനായിട്ടുള്ള മത്തനാണ്, പച്ച മത്തൻ. വേണ്ട, ഒരേ വള്ളി തന്നെ നീണ്ടിട്ടുള്ള മത്തനുണ്ട്. അതുപോലെ തന്നെ ഇതാ ഉരുണ്ട മത്തൻ, ഇതാ പച്ച. പിന്നെ ഇത് കുറച്ച് ചോളം വെച്ചതാണ്. ഇനിയും ഇവിടെ മത്തനുണ്ട് കുറച്ച്. ഇതാ മൊത്തം സ്പ്രെഡായി കിടക്കല്ലേ. ഇതാ ഇവിടെ ഒരു മത്തനുണ്ട്. ഇതാ ഇതും നീളൻ മത്തനാണ്. ഈ വള്ളി മൊത്തം ഈ ഭാഗത്ത് മൊത്തം സ്പ്രെഡായിരിക്കുന്നു. ഇവിടെ ഒരു കുഞ്ഞു മത്തൻ കൂടെ ഉണ്ട്. ഇതാ അവിടെ എവിടെയാണത്? ഇതാണ്ട, ഇതൊരു കുഞ്ഞ്. ഈ ഒരു വള്ളിയിൽ തന്നെ 4 മത്തനുണ്ട്. പിന്നുള്ള നമ്മുടെ വാഴയൊക്കെ നന്നായി വലുതായി. പിന്നെ ഇതാ കോവയ്ക്ക, നമ്മുടെ കോവല വള്ളി കുറച്ചും കൂടെ സ്പ്രെഡായിട്ടുണ്ട്. ഇതിനൊരു പന്തലൊക്കെ ഇടണം. നാട്ടിൽ നിന്ന് കുറച്ച് വലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഇട്ടിട്ട് പന്തലിടണം. പിന്നെ വെണ്ടയൊക്കെ ഇതാ മൂത്ത് ഉണങ്ങിപ്പോയി. ഇത് തുളസിയാണ്. ബീൻസ് ഒന്നും കിട്ടിയില്ല, ഇഗ്വാനയ്ക്ക് തീറ്റയായിപ്പോയി. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഞാനിത് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഒരിക്കൽ പറിച്ച് കറി വെച്ച് കഴിഞ്ഞു ഓൾറെഡി. ഇതാ വഴുതന കുറച്ച് ഉണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. ഒരു 2 തക്കാളി ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇനിയിപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ മൊത്തം പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇനി വേണം സംഭവങ്ങളൊക്കെ ഒന്നുകൂടെ തുടങ്ങാൻ. ഈ വാഴയൊക്കെ പിഴുത് കളഞ്ഞിട്ട് ഇത് കുറച്ചുകൂടെ നല്ല സെറ്റപ്പാക്കണം, കോവൽ സെറ്റപ്പാക്കണം. ഇനി ഇതാ ഈ സംഭവത്തിൽ ഈ സ്ഥലം മൊത്തം ക്ലീൻ ആക്കിയിട്ട് ഞാൻ പുതിയതായിട്ട് പരിപാടി തുടങ്ങാൻ പോവാം, ചെടികൾ. പിന്നെ നമ്മുടെ പപ്പായ കുറച്ചുകൂടെ വലുതായി. ഓവർ വലുതായി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. മൊത്തം കാട് കയറിയിട്ടുണ്ട്, മൊത്തം ശരിയാക്കണം.